വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സഭയുടെ പിന്തുണ ഉറപ്പിക്കാൻ മറിയ ഉമ്മൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ നേരിൽ കണ്ടു. തിരുവല്ലയിലെത്തി ഡോക്ടർ തിയോഡോസിയോസ് മാർത്തോമ മെത്രാപ്പൊലീത്തയെയും കണ്ടു. സ്ഥാനാർത്ഥി പട്ടികയിൽ കാഞ്ഞിരപ്പള്ളിയിലടക്കം മറിയ ഉമ്മന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് സാഹചര്യത്തിൽ കൂടിയാണ് നിർണായക കൂടിക്കാഴ്ച സജോ ദേവസ്യാണ് ചെയ്തത്. സജോ, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സര രംഗത്തേക്ക് വരികയുള്ളൂ എന്നാണ് ആ കുടുംബം എപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ മറിയ ഉമ്മൻ ഇപ്പോൾ കളത്തിലേക്ക് വരികയാണോ? നേതാക്കളെ കണ്ടു, സമുദായ നേതാക്കളെ കണ്ടു, സഭാ പിന്തുണ ഉറപ്പിക്കാൻ എന്നൊക്കെ അറിയാൻ കഴിയുന്നു. വിശദാംശങ്ങൾ എന്താണ്? വിനീത, നേരത്തെ അച്ചുവിന്റെ കാര്യത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ചാണ്ടി ഉമ്മൻ വിശദീകരിച്ച കാര്യം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം മത്സര രംഗത്തുണ്ടാവുകയുള്ളൂ എന്ന തരത്തിൽ വിശദീകരണങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അതിനും അപ്പുറത്താണ് കാര്യങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നതിൽ നേരത്തെ തന്നെയും കുടുംബത്തിലുള്ള അച്ചുവിന്റെയും മറിയുടെയും ഒക്കെ താല്പര്യം നേതാക്കൾ അന്വേഷിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ മുന്നോട്ട് പോയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ സന്നദ്ധതയുണ്ട് മറിയ ഉമ്മൻ എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അവർ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നതിന്റെ സൂചനയാണോ എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഇതിനിടെയാണ് ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ അവർ സന്ദർശിച്ചത്. തിരുവല്ലയിലെത്തി മലങ്കര മാർത്തോമ സഭയുടെ അധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയെ അവർ കണ്ടു. അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി അതിരൂപത അധ്യക്ഷനെയും കാഞ്ഞിരപ്പള്ളിയിലെ സഭ രൂപതാസ്ഥാനത്തെത്തി കണ്ടു, സന്ദർശിച്ചു. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം അതടക്കമുള്ള പലതരം സമവാക്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഭിന്നവിലിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഘടകവുമാണ്. ആ കാര്യത്തിൽ സാധ്യതയുള്ള ആളുകളെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല, അതായത് വിജയസാധ്യതയുള്ള ആളുകളെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായത്തിലേക്ക് നേതാക്കൾ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നതാണ്. പക്ഷെ അതിന്റെ എല്ലാം വിവിധ സാഹചര്യങ്ങൾ പരിഗണിക്കുകയും വേണം. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടി സന്ദർശനത്തിന് പ്രാധാന്യം ഏറുന്നുണ്ട്. കാരണം കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള വിവിധ നിയമസഭാ സീറ്റുകളുടെ സാധ്യതയാണ് മറിയ ഉമ്മന് കൽപ്പിക്കപ്പെടുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവർ തിരുവല്ലയിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ എത്തി ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ കാണുന്നതിന്റെ സൂചന വളരെ പ്രസക്തമാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് രാഷ്ട്രീയമായി പ്രസക്തമാകുന്നുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം? അവരും മത്സര രംഗത്തേക്ക് വരുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ നേരത്തെ ചാണ്ടി സ്വീകരിച്ച നിലപാടിന് ഘടകവിരുദ്ധമാണത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൂടി ഇക്കാര്യത്തിൽ അന്തിമമായി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പ്രധാന ഘടകമായി വർത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവർ ഈ ഘട്ടത്തിൽ സഭാധ്യക്ഷന്മാരെ ഇങ്ങനെ തിരുവല്ലയിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ എത്തി സന്ദർശനം നടത്തുന്നത് സ്വാഭാവികമായും ഇത്തരം ഒരു അഭ്യൂഹം വ്യാപകമായി പ്രചരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുതിർന്ന ചില നേതാക്കൾ തന്നെ ഇവരുമായി എല്ലാം ആശയവിനിമയം നടത്തിയിരുന്നു. നേരത്തെ അച്ചുവിന്റെ പേര് വിവിധയിടങ്ങളിൽ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അവർ ഇക്കാര്യത്തിൽ പെട്ടെന്ന് മത്സര രംഗത്തേക്ക് വരുന്നതിന് വലിയ തോതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. സ്വാഭാവികമായും പലവിധ കാരണങ്ങളുണ്ട്. അതിനിടെ പക്ഷേ മറിയ ഉമ്മൻ ഇക്കാര്യത്തിൽ സന്നദ്ധതയുണ്ട്. അതായത് അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുക്കുകയും നേതൃത്വം അത് സംബന്ധിച്ചൊരു ധാരണയിലേക്കൊക്കെ എത്തിച്ചേരുകയുമാണെങ്കിൽ അതിന് സന്നദ്ധതയുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് പക്ഷേ പാർട്ടിയുടെ നിലപാട്, നേതൃത്വത്തിന്റെ നിലപാട്, അതുകൂടാതെ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അതിൽ വേണ്ട കൂടിയാലോചനകൾ, ചാണ്ടി ഉമ്മന്റെ നിലപാടൊക്കെ സ്വാഭാവികമായി നിർണായകമായി മാറും. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നൊരു കൗതുകവും ആകാംക്ഷയും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ട് എന്ന് വായിച്ചെടുക്കേണ്ടി വരും. മറിയ ഉമ്മൻ ഇത്തരത്തിൽ സഭാധ്യക്ഷന്മാരെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സംശയവും അത് തന്നെയാണ്. ഇതിൽ മറിയയുടെ പ്രതികരണം നിർണായകമാണ്. നേരത്തെ അവർ ഇതിനോടൊന്നും അല്ലെങ്കിൽ മത്സരിക്കാൻ തന്നെ സന്നദ്ധയാണ് എന്ന മറ്റുള്ള പ്രതികരണങ്ങളൊന്നും നൽകിയിട്ടുമില്ല. മറിയയുടെ പ്രതികരണം, ഒപ്പം കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമൊക്കെ നിർണായകമാണ്. മറിയ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ ഓക്കെ എന്നതാണോ കോൺഗ്രസിന്റെയും നിലപാട്? വിനീത, അതായത് ഈ കാര്യത്തിൽ വിജയ സാധ്യത പരിഗണിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോവുക, അതിൽ പല ഘടകങ്ങളുണ്ട്. അതായത് അന്തിമമായ ഒരു തീരുമാനത്തിലേക്കൊന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല. പക്ഷെ അതേസമയം ഓരോ മണ്ഡലങ്ങളിലെയും സാധ്യത വളരെ പ്രധാനമാണ്. ഇതുകൂടാതെ സാമുദായിക സമവാക്യങ്ങൾ അടക്കമുള്ള വിവിധ ഘടകങ്ങൾ പരിഗണിക്കണം. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്വാഭാവികമായും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം അടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥികളോട് ഏറ്റുമുട്ടാൻ ഏറ്റവും സാധ്യമായ, ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ അതിൽ തന്നെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പ്രധാനപ്പെട്ട ചില സീറ്റുകൾ ഏറ്റെടുത്ത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് കൈമാറണം എന്ന് തുടങ്ങി വിവിധങ്ങളായ ആലോചനകൾ ഇപ്പോൾ നേതൃതലത്തിൽ നടക്കുന്നുണ്ട്. ഇതിനൊന്നും അന്തിമമായ ഒരു ചിത്രമായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഇതിൽ നേതാക്കൾ ഇതിനകം തന്നെ മറിയ ഉമ്മൻ അടക്കമുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അച്ചു മത്സര രംഗത്തേക്ക് വരുന്നതിനെ നേരത്തെ പല നേതാക്കളും പിന്തുണച്ചിരുന്നു. കൃത്യമായി ആ നിലപാട് ആ ഘട്ടത്തിൽ വ്യക്തമായതുമാണ്. പക്ഷെ അവർ തന്നെയും വലിയ താല്പര്യം പിന്നീട് എടുത്തില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ നിലപാട് വളരെ പ്രധാനമാണ്. അവർ കൂടി സ്വയം താല്പര്യമെടുത്തെങ്കിൽ മാത്രമേ അവരെ മത്സര രംഗത്തേക്ക് നിയോഗിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ അതേസമയം തന്നെ വിവിധ സ്ഥലങ്ങളുണ്ട് മധ്യ കേരളത്തിലെ, അതായത് തിരുവല്ലയിൽ അവർ പോയി മാർത്തോമ സഭാധ്യക്ഷൻ തെയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയെ കാണുമ്പോൾ പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചുള്ള വിവിധയിടങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യത ഉണ്ട്. അത്തരം ഇടങ്ങളുണ്ട്, അത്തരം പ്രദേശങ്ങളുണ്ട്. അവിടുത്തെ വിവിധ സമവാക്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയസാധ്യതയുള്ള എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി നഷ്ടപ്പെട്ടു പോകുന്ന, അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് കൈവശം വെച്ചിരിക്കുന്ന അത്തരം സീറ്റുകളൊക്കെയുണ്ട്. ജോസ് കെ മാണി ഇങ്ങോട്ട് വരുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരോട് ഏറ്റുമുട്ടാൻ കഴിയേണ്ട ചില സീറ്റുകളുണ്ട്. ഇത്തരം ഇടങ്ങളിൽ ഈ സാധ്യത ഏതായാലും ശക്തമായി തന്നെയുണ്ട്. അതിനിടയിൽ ഇത്തരം വിവിധ ഘടകങ്ങൾ, സാമൂഹിക ഘടകങ്ങൾ കൂടി അനുകൂലമാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരം ഒരു ഓപ്ഷൻ കോൺഗ്രസ് തിരഞ്ഞെടുത്തേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ളൊരു സന്നദ്ധതയുടെ സൂചനയായി ഇതിനെ ഏതായാലും വായിച്ചെടുക്കണം. ശരി, ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മറിയ ഉമ്മൻ മത്സരിക്കാൻ ഇറങ്ങുമോ എന്നാണ് അറിയേണ്ടത്. ഈ കൂടിക്കാഴ്ചയിലൊക്കെ അവരുടെ പ്രതികരണവും നിർണായകമാണ്. ഒപ്പം കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് കൂടി അറിയാം. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകി.